നമ്മൾ ദൈവത്തെ തേടി ആകാശത്തേക്ക് നോക്കുമ്പോൾ പ്രകൃതി നമുക്കായി കാത്തുവച്ച ഏറ്റവും വലിയ രഹസ്യം അത് നമ്മുടെ നട്ടെല്ലിൻ്റെ അടിത്തറയിൽ ഉറങ്ങിക്കിടക്കുകയാണ്. ഇതിനെ ഉണർത്താതെ നമുക്ക് ഭൗതികമായോ ആത്മീയമായോ ഒരടി മുന്നോട്ട് വയ്ക്കാൻ കഴിയില്ല. നമ്മുടെ നാളെയെക്കുറിച്ചുള്ള ഭയം, സാമ്പത്തിക അരക്ഷിതാവസ്ഥ, വിട്ടുമാറാത്ത രോഗങ്ങൾ, അടിച്ചമർത്തപ്പെട്ട ലൈംഗിക ചിന്തകൾ ഇവയെല്ലാം വെറും മാനസിക പ്രശ്നങ്ങളല്ല, മറിച്ച് നമ്മുടെ മൂലാധാര ചക്രം ഒരു റെഡ് അലേർട്ടിലാണ് എന്നതിൻ്റെ കൃത്യമായ തെളിവാണ്. അഡ്രീനൽ ഹോർമോണുകളുടെ ശാസ്ത്രം മുതൽ ഓഷോയുടെയും ഗുർജീഫിൻ്റെയും സൈക്കോളജി വരെ, തന്ത്രശാസ്ത്രത്തിലെ അതീവ നിഗൂഢമായ സ്വർണ്ണസർപ്പ ധ്യാനത്തിലൂടെ നമ്മുടെ ഭയങ്ങളെ എങ്ങനെ വേരോടെ പിഴുതെറിയാം. ആ വേരുകൾ ശക്തമാക്കൂ. പ്രപഞ്ചം നമ്മിലേക്ക് ഒഴുകട്ടെ. ഏറ്റവും പ്രിയമുള്ളവരെ, ദിവ്യബോധ ചിന്തകളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളെപ്പോഴെങ്കിലും ശാന്തമായിരുന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ഈ ശാരീരിക രൂപത്തിൻ്റെ, നമ്മുടെ ചിന്തകളുടെ, നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ വേര് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന്? നമ്മൾ പലപ്പോഴും ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന വലിയൊരു കെട്ടിടത്തിൻ്റെ മുകളിലത്തെ നിലകളെയും അതിൻ്റെ ഭംഗിയെയും കണ്ട് അത്ഭുതപ്പെടാറുണ്ട്. എന്നാൽ ആ കെട്ടിടം അത്രയും ഉയരത്തിൽ പ്രകൃതിക്ഷോഭങ്ങളെ അതിജീവിച്ച് നിൽക്കുന്നത് നമ്മൾ കാണാത്ത ഭൂമിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി നിൽക്കുന്ന അതിൻ്റെ ശക്തമായ അടിത്തറയിലാണ്. മനുഷ്യനെന്ന ഈ അത്ഭുത പ്രപഞ്ചത്തിൻ്റെ, നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മീയതയുടെയും ആ അദൃശ്യമായ അടിത്തറയാണ് നമ്മുടെ മൂലാധാര ചക്രം. ഭൗതിക ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ഊർജത്തിൻ്റെ വിവിധ രൂപങ്ങളാണ്. ഇന്ന് ആധുനിക ക്വാണ്ടം ഫിസിക്സ് വലിയ കണ്ടുപിടുത്തമായി പറയുന്ന ഈ ഊർജ രഹസ്യം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിലെ തന്ത്രശാസ്ത്രജ്ഞരും യോഗികളും ദർശിച്ചിരുന്നു. അവർ മനുഷ്യ ശരീരത്തിലെ സൂക്ഷ്മ ഊർജ കേന്ദ്രങ്ങളെ ചക്രങ്ങളെന്ന് വിളിച്ചു. അതിൽ ഏറ്റവും ആദ്യത്തേത്, ഏറ്റവും പ്രധാനപ്പെട്ടത് മൂലാധാരമാണ്. മൂലമെന്നാൽ വേര്, ആധാരമെന്നാൽ അടിത്തറ എന്നാണ്. വേരുകളില്ലാത്ത മരങ്ങൾക്ക് നിലനിൽപ്പില്ലാത്തതുപോലെ മൂലാധാരം സുരക്ഷിതമല്ലാത്ത ഒരു മനുഷ്യന് ആത്മീയമായോ ഭൗതികമായോ ഉയർച്ചയുണ്ടാകില്ല. ഇനി നമ്മൾ കുറച്ചു നേരത്തേക്ക് ഒരു യാത്ര പോവുകയാണ്. നമുക്കുള്ളിലേക്ക് തന്നെയുള്ള ഒരു ആഴമേറിയ യാത്ര. നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത് മൂലാധാര ചക്രത്തിൻ്റെ ഭൗതികവും ശരീരശാസ്ത്രപരവുമായ രഹസ്യങ്ങളെക്കുറിച്ചാണ്. ഇത് കേവലമൊരു ആത്മീയ പ്രഭാഷണം മാത്രമല്ല, മറിച്ച് നമ്മുടെ ശരീരവും നമ്മുടെ നാഡീവ്യൂഹങ്ങളും പ്രകൃതിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ കൃത്യമായ ഒരു ശാസ്ത്രീയ വിശകലനമാണ്. ശരി, നമ്മുടെ മൂലാധാര ചക്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമുക്കിതിൻ്റെ ശാരീരികമായ സ്ഥാനം കൃത്യമായി മനസ്സിലാക്കാം. നമ്മുടെ ശരീരത്തിൻ്റെ കേന്ദ്ര തൂണായ നട്ടെല്ല് അല്ലെങ്കിൽ സുഷ്മന നാഡി അവസാനിക്കുന്ന ഏറ്റവും താഴത്തെ അഗ്രം. മെഡിക്കൽ സയൻസ് ഇതിനെ കോക്സിക് അല്ലെങ്കിൽ ടൈൽ ബോൺ എന്ന് വിളിക്കും. കൃത്യമായി പറഞ്ഞാൽ പുരുഷന്മാരിൽ ജനനേന്ദ്രിയത്തിനും മലദ്വാരത്തിനും മധ്യയുള്ള പെരിനിയം എന്ന ഭാഗത്തും, സ്ത്രീകളിൽ ഗർഭാശയഗളത്തിന് തൊട്ടടുത്തായ, അതായത് സെർവിക്സ് ഏരിയയിലാണ് ഈ ഊർജകേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് വെറുമൊരു സങ്കല്പമല്ല. ശരീരശാസ്ത്രപരമായി ഈ ഭാഗത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. ഇവിടുത്തെ പേശീവ്യൂഹത്തെ നമ്മൾ
പെൽവിക് ഫ്ലോർ മസിൽസ് എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ മുഴുവൻ ആന്തരിക അവയവങ്ങളുടെ ഭാരത്തെയും താങ്ങി നിർത്തുന്നതും നമ്മുടെ മലമൂത്ര വിസർജനത്തെ നിയന്ത്രിക്കുന്നതും ലൈംഗിക അവയവങ്ങളിലേക്കുള്ള രക്തയോട്ടവും നാഡീ സംവേദനങ്ങളുമെല്ലാം നിലനിർത്തുന്നത് ഈ പേശികളാണ്. ഈ പേശീവ്യൂഹത്തിൻ്റെ കൃത്യമായ മധ്യത്തിലാണ് മൂലാധാരത്തിൻ്റെ ഊർജ ബിന്ദു ഇരിക്കുന്നത്. സയൻസ് ഇതിനെ സാക്രൽ പ്ലെക്സസ് അഥവാ നാഡീവ്യൂഹങ്ങളുടെ സംഗമസ്ഥാനം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. നമ്മൾ ശാന്തമായിരിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ നട്ടെല്ലിൻ്റെ ഏറ്റവും താഴത്തെ അഗ്രത്തിലേക്ക് കൊണ്ടുവരണം. അവിടെ ഒരു കാന്തിക വലയം പോലെ അല്ലെങ്കിൽ ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒരു ഊർജത്തിൻ്റെ സ്പന്ദനം നമുക്ക് അനുഭവിക്കാൻ കഴിയും. പ്രകൃതി നമ്മെ ഈ ഭൂമിയുമായി തളച്ചിട്ടിരിക്കുന്നത് ഈ കേന്ദ്രത്തിലൂടെയാണ്. മരങ്ങൾ അവയുടെ വേരുകളിലൂടെ മണ്ണിൽ നിന്ന് പോഷകങ്ങളും വെള്ളങ്ങളും വലിച്ചെടുക്കുന്നത് പോലെ ഒരു മനുഷ്യൻ പ്രകൃതിയിലെ ഭൗതിക ഊർജത്തെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നത് മൂലാധാര ചക്രത്തിലൂടെയാണ്. അതുകൊണ്ടാണ് ശാസ്ത്രം ഇതിനെ ഗ്രൗണ്ടിങ് സെൻറ്റർ എന്ന് വിളിക്കുന്നത്. ഒരു മനുഷ്യൻ പ്രകൃതിയോട് എത്രത്തോളം ഇണങ്ങി നിൽക്കുന്നുവോ അത്രത്തോളം അവൻ്റെ മൂലാധാരം ശക്തമായിരിക്കും. ഇനി നമുക്ക് ഇതിനു പിന്നിലെ എൻഡോക്രൈൻ സയൻസ് എന്താണെന്ന് നോക്കാം. ഭാരതീയ യോഗാശാസ്ത്രത്തിലെ ഓരോ ചക്രങ്ങളും നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട ചില ഹോർമോൺ ഗ്രന്ഥികളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. മൂലാധാര ചക്രം നിയന്ത്രിക്കുന്നത് നമ്മുടെ അഡ്രീനൽ ഗ്രന്ഥികളെയാണ്. നമ്മുടെ വൃക്കകൾക്ക് മുകളിലായി തൊപ്പികൾ പോലെ സ്ഥിതി ചെയ്യുന്ന ഈ ചെറിയ ഗ്രന്ഥികളാണ് മനുഷ്യൻ്റെ അതിജീവനത്തെയും ഭയത്തെയും നിയന്ത്രിക്കുന്നത്. നമ്മളൊരു കാട്ടിൽ ഒറ്റപ്പെട്ടു പോകുകയോ അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ഭയപ്പെടുത്തുന്ന ഒരു ജീവി വരികയോ ചെയ്താൽ സാധാരണയായി നമുക്കുള്ളിൽ എന്താണ് സംഭവിക്കുക? നമ്മുടെ ഹൃദയമിടിപ്പ് കൂടും, അല്ല? നമ്മുടെ ശ്വാസോച്ഛ്വാസം വേഗത്തിലാകും. കൈകാലുകളിലേക്ക് രക്തം ഇരച്ചു കയറും. ഇതിന് ശാസ്ത്രം ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് അഥവാ പോരാടുക അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടുക എന്ന് പറയുന്നു. ഈ അവസ്ഥയിൽ ശരീരം പുറപ്പെടുവിക്കുന്ന അതീവ ശക്തമായ ഹോർമോണുകളാണ് അഡ്രിനാലും കോർട്ടിസോളും. ഈ ഹോർമോണുകളുടെ ഉത്ഭവകേന്ദ്രം മൂലാധാര ചക്രത്തിൻ്റെ ഭൗതിക നിയന്ത്രണത്തിലാണുള്ളത്. പുരാതന മനുഷ്യന് കാട്ടിലൊക്കെ ജീവിക്കുമ്പോൾ മൃഗങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡ് അത്യാവശ്യമായിരുന്നു. എന്നാൽ ഇന്നത്തെ ആധുനിക മനുഷ്യൻ്റെ ജീവിതം നോക്കിയാൽ ഇന്ന് നമ്മുടെ മുമ്പിൽ പുലിയോ പാമ്പോ വരുന്നില്ല. എന്നാൽ നമ്മുടെ ജോലിയിലെ സമ്മർദ്ദം, കടബാധ്യതകൾ, നാളെയെക്കുറിച്ചുള്ള സാമ്പത്തിക ആശങ്കകൾ, കുടുംബത്തിലെ തർക്കങ്ങൾ ഇവയെ നമ്മുടെ ഉപബോധ മനസ്സ് വലിയൊരു ഭീഷണിയായാണ് കാണുന്നത്. ഇതിൻ്റെ ഫലമായി നമ്മുടെ ശരീരത്തിലെ അഡ്രിനാൽ ഗ്രന്ഥികൾ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മൂലാധാര ചക്രം എപ്പോഴും ഒരു അടിയന്തരാവസ്ഥയിലാണുള്ളത്. ഇത് നമ്മുടെ ശരീരത്തിൽ വിട്ടുമാറാത്ത വീക്കങ്ങൾക്കും ഉയർന്ന രക്തസമ്മർദ്ദത്തിനും ഹൃദ്രോഗങ്ങൾക്കും മാനസികമായ തളർച്ചയ്ക്കും കാരണമാകും. മൂലാധാര ചക്രത്തിൻ്റെ അസന്തുലിതാവസ്ഥ എങ്ങനെയാണ് ഒരു മനുഷ്യനെ ശാരീരികമായി രോഗിയാക്കുന്നത് എന്നതിൻ്റെ കൃത്യമായ തെളിവാണിത്. ഒരു മനുഷ്യൻ്റെ മൂലാധാര ചക്രം ശരിയായ രീതിയിലല്ല പ്രവർത്തിക്കുന്നതെങ്കിൽ അവൻ്റെ ശരീരത്തിൽ അത് ചില വ്യക്തമായ ലക്ഷണങ്ങൾ കാണിക്കും. ഇതിനെ നമുക്ക് ഊർജം കുറഞ്ഞിരിക്കുന്ന അവസ്ഥയും ഊർജം അമിതമായിരിക്കുന്ന അവസ്ഥയുമെന്ന് രണ്ടായി തിരിക്കാം. ഊർജം കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ മൂലാധാര ചക്രത്തിൽ ഊർജപ്രവാഹം തടസ്സപ്പെട്ടിരിക്കുകയാണെങ്കിൽ വിട്ടുമാറാത്ത മലബന്ധം ഉണ്ടാവും. താന്ത്രിക ശാസ്ത്രപ്രകാരം വിസർജന പ്രക്രിയ മുഴുവൻ മൂലാധാരത്തിൻ്റെ കീഴിലാണുള്ളത്. ഊർജം തടസ്സപ്പെടുമ്പോൾ ശരീരം മാലിന്യങ്ങളെ പുറന്തള്ളാൻ മടിക്കും. അതുപോലെ തന്നെ സൈറ്റിക്കയും കാൽമുട്ട് വേദനയും ഉണ്ടാകും. കാലുകളിലേക്കുള്ള പ്രധാന നാഡീഞരമ്പുകളെല്ലാം മൂലാധാരത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. കാലുകൾക്ക് ബലക്കുറവ്, വിട്ടുമാറാത്ത സയറ്റിക്ക, സന്ധിരോഗങ്ങൾ ഇവയൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ.
മറ്റൊന്നാണ് പ്രതിരോധശേഷിക്കുറവ്. എപ്പോഴും വിട്ടുമാറാത്ത ക്ഷീണവും വിറയലും അസുഖങ്ങൾ വരികയും ശരീരത്തിന് സ്വന്തമായി രോഗങ്ങളെ പ്രതിരോധിക്കുവാനുള്ള ഭൗതിക ശേഷി നഷ്ടപ്പെടുകയും ചെയ്യുക എന്നത്. നമ്മുടെ മൂലാധാര ചക്രത്തിൽ ഊർജം അമിതമായി കുന്നുകൂടി കിടക്കുകയാണെങ്കിൽ ലക്ഷണങ്ങൾ നേരെ വിപരീതമായിരിക്കും. അതിൽ ചിലത് അമിതവണ്ണവും ആർത്തിയുമാണ്. ശരീരം എപ്പോഴും ഭയത്തിലും അരക്ഷിതാവസ്ഥയിലുമായതുകൊണ്ട് അത് ഊർജത്തെ കൊഴുപ്പായി സംഭരിച്ചു വയ്ക്കാൻ ശ്രമിക്കും. എത്ര കഴിച്ചാലും മാറാത്ത വിശപ്പ് വരും നമുക്ക്. മറ്റൊന്ന് അലസതയും ഉറക്കക്കൂടുതലുമാണ്. എപ്പോഴും കിടക്കാനും ഉറങ്ങാനുമൊക്കെ തോന്നും. ഭൗതികമായ കാര്യങ്ങളിൽ മനസ്സ് കുടുങ്ങിക്കിടക്കും. അതുപോലെ തന്നെ ലൈംഗികമായ അടിച്ചമർത്തലും അതിനോടുള്ള ഭ്രാന്തുമാണ് മറ്റൊന്ന്. ലൈംഗിക ഊർജം പ്രകൃതിയാ ഉത്ഭവിക്കുന്നത് മൂലാധാരത്തിലാണ്. ഇത് മുകളിലെ ചക്രങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടാതെ ഇവിടെ തന്നെ കെട്ടിക്കിടക്കുമ്പോൾ അത് അമിത ഉത്തേജനമായോ അല്ലെങ്കിൽ ലൈംഗിക വിമുഖതയായോ മാറാം. നമ്മളിപ്പോൾ മനസ്സിലാക്കിയത് മൂലാധാര ചക്രത്തിൻ്റെ ഭൗതിക ശാരീരിക തലത്തെ മാത്രമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ അടിത്തറ എവിടെയാണെന്നും അത് നമ്മുടെ ഹോർമോണുകളെയും അവയവങ്ങളെയും എങ്ങനെ ബാധിക്കുന്നുവെന്നും നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്നാൽ ഈ ശാരീരിക ലക്ഷണങ്ങൾക്ക് പിന്നിൽ വളരെ വലിയൊരു മനഃശാസ്ത്രപരമായ ലോകമുണ്ട്. നമുക്കുള്ളിലെ ഭയങ്ങൾ, നമ്മുടെ കുട്ടിക്കാലത്തെ ട്രോമകൾ, നമ്മുടെ സാമ്പത്തിക ചിന്തകൾ എന്നിവയെല്ലാം ഈ ചക്രവുമായി എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. മൂലാധാര ചക്രത്തിൻ്റെ ഭൗതികവും ശാരീരികവുമായ ഘടനയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ശരീരം എന്നത് മനസ്സിൻ്റെ വെറുമൊരു ബാഹ്യരൂപം മാത്രമാണ്. നമുക്കുള്ളിൽ നടക്കുന്ന ചിന്തകളും വികാരങ്ങളുമാണ് ഈ ശരീരത്തെ നിയന്ത്രിക്കുന്നത്. മൂലാധാര ചക്രത്തിൻ്റെ മനഃശാസ്ത്രപരമായ തലം അന്വേഷിച്ചിറങ്ങുമ്പോൾ നമ്മൾ ആദ്യം അഭിമുഖീകരിക്കുന്നത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രാഥമികമായ ഭയമെന്ന വികാരത്തെയാണ്. മനുഷ്യ മനസ്സിൽ ജനിക്കുന്ന എല്ലാത്തരം ഭയങ്ങളുടെയും ജന്മസ്ഥലം മൂലാധാര ചക്രമാണ്. ഈ ഭയമെന്നത് വെറുമൊരു ചിന്തയല്ല, അത് മൂലാധാരത്തിലെ ഊർജപ്രവാഹത്തിൻ്റെ തടസ്സമാണ്. ആധുനിക മനഃശാസ്ത്രം ഇന്ന് പല പേരുകളിൽ വിളിക്കുന്ന മാനസിക അസ്വസ്ഥതകളായ ആൻസൈറ്റി, പാനിക് അറ്റാക്ക്, ഇൻസെക്യൂരിറ്റി കോംപ്ലക്സ് പോലുള്ളവയുടെ വേരുകൾ കിടക്കുന്നത് ഇവിടെയാണ്. നമ്മുടെ മൂലാധാരം അസന്തുലിതമാകുമ്പോൾ ഒരു മനുഷ്യനിൽ പ്രധാനമായും 3 തരത്തിലുള്ള ഭയങ്ങൾ രൂപപ്പെടും. ഒന്നാമതായി സാമ്പത്തികമായ അരക്ഷിതാവസ്ഥയാണ്. കയ്യിലെത്ര പണമുണ്ടായാലും എത്ര വലിയ ജോലിയിലായിരുന്നാലും നാളെ എനിക്കൊന്നും ഇല്ലാതെയാകുമോ, ഞാൻ ദരിദ്രനായി പോകുമോ എന്ന ഭയം ഇവരെ വിട്ടുമാറില്ല. പണത്തെ ഒരു സുരക്ഷിതത്വത്തിനുള്ള മാർഗമായി കാണാതെ പണമില്ലെങ്കിൽ താൻ നശിച്ചു പോകുമെന്ന ഭ്രാന്തമായ ചിന്ത ഇവരെ വേട്ടയാടിക്കൊണ്ടിരിക്കും. രണ്ടാമതായി അസ്തിത്വ ഭയമാണ്. ഈ ലോകത്ത് തനിക്ക് ആരുമില്ല എന്ന തോന്നൽ, താൻ ഒറ്റപ്പെട്ടു പോയി എന്ന വികാരം. ഒരു സമൂഹത്തിലോ കുടുംബത്തിലോ ജീവിക്കുമ്പോഴും ഉള്ളിൽ അനുഭവപ്പെടുന്ന കടുത്ത ഏകാന്തത ഇതിൻ്റെ ലക്ഷണമാണ്. മൂന്നാമത്തത് മരണഭയമാണ്. നമ്മുടെ ശരീരത്തോട് തോന്നുന്ന അമിതമായ പറ്റി നിൽക്കൽ. രോഗങ്ങളെക്കുറിച്ചുള്ള അമിതമായ പേടിയെല്ലാം ഇതിൽ നിന്നുണ്ടാകുന്നതാണ്. നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ആഴങ്ങളിൽ ഈ ഭയങ്ങൾ കുടുങ്ങിക്കിടപ്പുണ്ടെങ്കിൽ നമ്മുടെ മൂലാധാര ചക്രം എപ്പോഴും സങ്കോചിച്ച അവസ്ഥയിലായിരിക്കും. അവിടെ പ്രാണോർജം സുഗമമായി ഒഴുകില്ല. പാശ്ചാത്യ മനഃശാസ്ത്രവും പൗരസ്ത്യ യോഗാശാസ്ത്രവും തമ്മിൽ അത്ഭുതകരമായ ചില സമാനതകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആധുനിക മനഃശാസ്ത്രജ്ഞനായ എബ്രഹാം മസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണി അഥവാ മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന സിദ്ധാന്തം. മാസ്ലോ മനുഷ്യൻ്റെ ആവശ്യങ്ങളെ ഒരു പിരമിഡ് രൂപത്തിലാണ് അടയാളപ്പെടുത്തിയത്. ഈ പിരമിഡിൻ്റെ ഏറ്റവും താഴെയുള്ള അടിത്തറയെ അദ്ദേഹം ശാരീരിക ആവശ്യങ്ങൾ അല്ലെങ്കിൽ സുരക്ഷിതത്വം എന്നാണ് വിളിച്ചത്. അതായത് ഒരു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ലൈംഗികത, ആക്രമണങ്ങളിൽ നിന്നുള്ള സുരക്ഷിതത്വം എന്നിവയാണവ.
ഈ രണ്ട് ആവശ്യങ്ങളും കൃത്യമായി ലഭിക്കാത്ത ഒരു മനുഷ്യന് ആ പിരമിഡിൻ്റെ മുകളിലെ തട്ടുകളായ സ്നേഹം, ആത്മാഭിമാനം, ആത്മസാക്ഷാത്കാരം എന്നിവയിലേക്ക് ചിന്തകളെ നയിക്കാൻ ഒരിക്കലും കഴിയില്ല. അവൻ എപ്പോഴും ആ താഴത്തെ തട്ടിൽ തന്നെ കുടുങ്ങിക്കിടക്കും. യോഗശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ മാസ്ലോ പറഞ്ഞ ഈ പിരമിഡിൻ്റെ അടിത്തറ തന്നെയാണ് മൂലാധാര ചക്രം എന്നത്. ആത്മീയതയെക്കുറിച്ച് വലിയ കാര്യങ്ങൾ സംസാരിക്കുന്ന പലരും പരാജയപ്പെടുന്നത് ഇവിടെയാണ്. അവർ മൂലാധാരത്തെ അല്ലെങ്കിൽ ഭൗതികമായ ആവശ്യങ്ങളെ പാടെ അവഗണിച്ചുകൊണ്ട് നേരിട്ട് ആജ്ഞാചക്രത്തിലേക്കോ സഹസ്രാരത്തിലേക്കോ ഉയരാൻ ശ്രമിക്കും. എന്നാൽ അടിത്തറയില്ലാത്ത ഒരു കെട്ടിടം പോലെ ആ ശ്രമങ്ങൾ തകർന്നടിയും. നമ്മുടെ ഭൗതിക ജീവിതം സുരക്ഷിതമല്ലെങ്കിൽ, നമുക്കുള്ളിൽ ഭയവും ദാരിദ്ര്യ ചിന്തയും നിറഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും ധ്യാനാത്മകമായ അവസ്ഥയിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാൻ കഴിയില്ല. നമ്മുടെ മൂലാധാരയാണ് മുകളിലുള്ള എല്ലാ ചക്രങ്ങൾക്കും ഇന്ധനം നൽകുന്നത്. അതുകൊണ്ട് ആത്മീയ യാത്രയുടെ ആദ്യപടി ഭൗതികമായ അടിത്തറ ഉറപ്പിക്കുക എന്നതാണ്. ഇനി നമുക്ക് ഈ ലോകം കണ്ട വലിയ രണ്ട് മിസ്റ്റിക്കുകളായ ഓഷോയുടെയും ജോർജ് ഗുർജീഫിൻ്റെയും ദർശനങ്ങളിലൂടെ മൂലാധാര ചക്രയെ നമുക്കൊന്ന് നോക്കിക്കാണാം. ഓഷോയുടെ ദർശനം എന്നത് ലൈംഗികതയിൽ നിന്ന് പരമബോധത്തിലേക്ക് എന്നതാണ്. ഓഷോ എപ്പോഴും പറഞ്ഞിരുന്ന ഒരു മനോഹരമായ ഉപമയുണ്ട്. ഒരു മരത്തിൻ്റെ വേരുകൾ കിടക്കുന്നത് ഇരുണ്ട മണ്ണിലാണ്, എന്നാൽ അതിൻ്റെ പൂക്കൾ വിരിയുന്നത് നീലാകാശത്തിലാണ്. വേരുകൾ ഇരുട്ടിലാണ് എന്ന് കരുതി അതിനെ അറുത്തുമാറ്റിയാൽ ആകാശത്ത് പൂക്കൾ ഒരിക്കലും വിരിയില്ല. അതുപോലെ മനുഷ്യൻ്റെ കാര്യത്തിൽ വേരുകൾ എന്നത് മൂലാധാര ചക്രമാണ്. അവിടെയാണ് നമ്മുടെ ലൈംഗിക ഊർജം സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതി നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഊർജമാണിത്. നിർഭാഗ്യവശാൽ നമ്മുടെ സംസ്കാരവും മതങ്ങളും നമ്മെ പഠിപ്പിച്ചത് ലൈംഗികത പാപമാണ്, അതിനെ അടിച്ചമർത്തണമെന്നാണ്. ലൈംഗികതയെ അടിച്ചമർത്തുന്നതാണ് മൂലാധാരയിലെ ബ്ലോക്കുകൾക്ക് പ്രധാന കാരണമെന്ന് ഓഷോ പറയുന്നു. ഊർജം താഴെ കെട്ടിക്കിടക്കുമ്പോൾ അത് വിനാശകരമായി മാറും. അതിനെ സ്നേഹത്തോടെ അംഗീകരിക്കുകയും ബോധപൂർവം ജീവിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ആ ഊർജത്തിന് മുകളിലേക്ക് ഒഴുകുവാൻ കഴിയൂ. ലൈംഗികതയുടെ പരിവർത്തനമാണ് ആത്മീയത. വേരിൽ നിന്നും ഉത്ഭവിക്കുന്ന ഊർജമാണ് സഹസ്രാരത്തിലെത്തുമ്പോൾ ആത്മീയ പ്രകാശമായി മാറുന്നത്. ഗുർജീഫിൻ്റെ ദർശനത്തിൽ ഇൻസ്റ്റിങ്ക്റ്റീവ് സെൻ്ററാണിത്. ജോർജ് ഗുർജീഫ് മനുഷ്യനെ ഒരു യന്ത്രത്തോടാണ് ഉപമിച്ചത്. മനുഷ്യൻ സാധാരണ അവസ്ഥയിൽ ഉണർന്നിരിക്കുന്നവനല്ല, അവൻ ഉറക്കത്തിലാണ് ജീവിക്കുന്നത്. അവൻ്റെ ശരീരത്തിലെ 3 കേന്ദ്രങ്ങളാണ് അവനെ ഭരിക്കുന്നത്. ഒന്ന് ഇൻ്റലക്ച്വൽ, മറ്റൊന്ന് ഇമോഷണൽ, മൂന്നാമത്തേത് ഇൻസ്റ്റിങ്ക്റ്റീവ്. ഇതിൽ ഇൻസ്റ്റിങ്ക്റ്റീവ് സെൻറ്റർ അഥവാ പ്രേരണകളുടെ കേന്ദ്രം പ്രവർത്തിക്കുന്നത് മൂലാധാരത്തിലാണ്. മൃഗങ്ങളെപ്പോലെ ആഹാരം, നിദ്ര, ഭയം, മൈഥുനം എന്നീ 4 കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് യാന്ത്രികമായി ജീവിക്കുന്ന മനുഷ്യർ മൂലാധാരത്തിൻ്റെ തടവറയിലാണുള്ളത്. ബോധപൂർവമായ ആത്മനിരീക്ഷണം വഴി മാത്രമേ ഈ യാന്ത്രികതയെ തകർക്കുവാനും മൂലാധാരയിൽ നിന്നും ബോധത്തിൻ്റെ അടുത്ത തലങ്ങളിലേക്ക് ഉയരുവാനും നമുക്ക് സാധിക്കും. ഇതാണ് ഗുർജീഫ് പഠിപ്പിച്ചത്. ഇപ്പോൾ നമ്മൾ മൂലാധാരത്തിൻ്റെ ശാരീരിക തലവും മനഃശാസ്ത്രപരമായ ആഴങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞു. ഭയവും ലൈംഗികതയും അതിജീവനവും എങ്ങനെ നമ്മുടെ മനസ്സിനെ ഈ ചക്രത്തിൽ തളച്ചിടുന്നുവെന്ന് നമ്മൾ കണ്ടു. എന്നാൽ ഇതിനപ്പുറം തന്ത്രശാസ്ത്രത്തിൻ്റെ അതീവ രഹസ്യമായ പ്രതീകങ്ങളും 3.5 ചുറ്റായി ഉറങ്ങിക്കിടക്കുന്ന ആ നിഗൂഢമായ കുണ്ടലിനി ശക്തിയും എന്താണ്? പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പരിണാമ ഊർജം ഈ നട്ടെല്ലിൻ്റെ അഗ്രത്തിൽ എങ്ങനെയാണ് ഒളിച്ചിരിക്കുന്നത്? പ്രിയമുള്ളവർ, ഇതുവരെ നമ്മൾ മൂലാധാരയുടെ ശാരീരികവും മനഃശാസ്ത്രപരവുമായ തലങ്ങളിലൂടെയായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ കടക്കാൻ പോകുന്നത് ഈ ശാസ്ത്രത്തിൻ്റെ ഏറ്റവും മനോഹരവും നിഗൂഢവുമായ ഭാവത്തിലേക്കാണ്. അതായത് തന്ത്രശാസ്ത്രത്തിലെ പ്രതീകങ്ങളിലേക്കാണ്. തന്ത്രശാസ്ത്രത്തിൽ പ്രതീകങ്ങൾ എന്നത് വെറും ചിത്രങ്ങളല്ല,
അവ ഉപബോധ മനസ്സിലേക്ക് നേരിട്ട് സംവേദനം നടത്തുന്ന ജാമിതീയ ഊർജ രൂപങ്ങളാണ്. പരമ്പരാഗത തന്ത്രഗ്രന്ഥങ്ങളിൽ മൂലാധാര ചക്രത്തെ വരച്ചു കാട്ടിയിരിക്കുന്നത് 4 ഇതളുകളുള്ള കടും ചുവപ്പ് താമരയായാണ്. എന്തുകൊണ്ടാണ് 4 ഇതളുകൾ? ഈ 4 ഇതളുകൾ മനുഷ്യ മനസ്സിൻ്റെ 4 ഭാഗങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ഈ 4 ഘടകങ്ങളും സമഗ്രമായി ചേരുമ്പോഴാണ് ഭൗതിക ലോകത്ത് മനുഷ്യൻ്റെ അസ്തിത്വം പൂർണ്ണമാകുന്നത്. കൂടാതെ ഈ ഇതളുകളിൽ വം, ശം, ഷം, സം എന്നീ 4 അക്ഷരങ്ങൾ സംസ്കൃതത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇവ പ്രാണന്റെ പ്രകമ്പനങ്ങളാണ്. ഈ താമരയുടെ മധ്യത്തിലായി ഒരു ചതുരം കാണാം. തന്ത്രത്തിൽ ചതുരം എന്നത് പൃഥ്വിത്വത്തിൻ്റെ പ്രതീകമാണ്. ചതുരം എന്നത് സ്ഥിരതയെ സൂചിപ്പിക്കും. ഭൂമിയെപ്പോലെ ഉറച്ചു നിൽക്കുക എന്നതാണ് ഇതിനർത്ഥം. ഈ ചതുരത്തിൻ്റെ നിറം മഞ്ഞയാണ്. കൂടാതെ ഈ ചക്രത്തിൻ്റെ വാഹനമായി ചിത്രീകരിച്ചിരിക്കുന്നത് ഐരാവതത്തെയാണ്. അതും 7 തുമ്പിക്കൈകളുള്ള ആന. എന്തുകൊണ്ടാണ് 7 തുമ്പിക്കൈകൾ? ഇത് ഭൂമിയുടെയും പ്രകൃതിയുടെയും 7 തരം ഭൗതിക ശക്തികളെയും മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിക്കാനാവശ്യമായ എണ്ണമറ്റ ഭൗതിക ഊർജത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ഈ ഭൗതിക ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും നിലനിൽക്കുന്നതും 7 തരം ഘടകങ്ങൾ കൊണ്ടാണ്. ആയുർവേദത്തിലും യോഗാശാസ്ത്രത്തിലും ഇതിനെ സപ്തധാതുക്കൾ എന്നാണ് വിളിക്കുന്നത്. മൂലാധാരയിലെ ഊർജമാണ് ഈ 7 ഭൗതിക ശക്തികളായി ശരീരത്തിൽ പരിവർത്തനം ചെയ്യപ്പെടുന്നത്. ഒന്നാമതായി രസമാണ്, അതായത് പ്ലാസ്മ അല്ലെങ്കിൽ ലിംപ് എന്ന് പറയും. ശരീരത്തിലെ ദ്രവരൂപത്തിലുള്ള ഊർജമാണിത്, നമ്മിലെ പോഷകാംശം. രണ്ടാമത്തേത് രക്തമാണ്, ജീവനും പ്രാണനും ശരീരത്തിലുടനീളം എത്തിക്കുന്ന രക്തകോശങ്ങൾ. മൂന്നാമത്തേത് മാംസം, ശരീരത്തിന് ഭൗതികമായ ആകൃതിയും ശക്തിയും നൽകുന്ന പേശികൾ. നാലാമത്തത് മേധസ്, ശരീരത്തിന് ഊഷ്മാവും സംരക്ഷണവും നൽകുന്ന കൊഴുപ്പ്. അഞ്ചാമത്തത് അസ്ഥിയാണ്, കെട്ടിടത്തിൻ്റെ തൂണുകൾ പോലെ ശരീരത്തെ താങ്ങി നിർത്തുന്ന എല്ലുകൾ. ആറാമത്തത് മജ്ജയാണ്, എല്ലുകൾക്കുള്ളിലെ ദ്രാവകം. ഇതാണ് നമ്മിലെ രക്തകോശങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത്, ബോൺ മാരോ. ഏഴാമത്തത് ശുക്ലവും ആർത്തവവുമാണ്, പുതിയൊരു ജീവന് ജന്മം നൽകാൻ ശേഷിയുള്ള ലൈംഗിക പ്രത്യുൽപാദന ഊർജം. മൂലാധാരയിലെ ആനയുടെ 7 തുമ്പിക്കൈകൾ നമ്മളുടെ ശരീരത്തെ താങ്ങി നിർത്തുന്ന ഈ 7 ഭൗതിക ശക്തികളുടെ പ്രതീകമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രപഞ്ചതലം അല്ലെങ്കിൽ പ്രകൃതിയിലെ 7 ശക്തികൾ എന്താണെന്ന് നോക്കാം. ഈ ഭൗതിക പ്രപഞ്ചം അല്ലെങ്കിൽ ഭൂമി നമ്മെ ജീവിക്കാൻ സഹായിക്കുന്നത് പ്രധാനപ്പെട്ട 7 പ്രകൃതി ശക്തികൾ വഴിയാണ്. ഒന്നാമത്തത് ഗുരുത്വാകർഷണമാണ്, നമ്മയെല്ലാം ഭൂമിയിൽ ഉറപ്പിച്ചു നിർത്തുന്ന ശക്തി. രണ്ടാമത്തേത് ഭൂകാന്തിക ശക്തിയാണ്, ഭൂമിയുടെ കാന്തിക വലയം. മൂന്നാമത്തത് ഖരപദാർത്ഥങ്ങളാണ്, മണ്ണിലുള്ള കാൽസ്യം, ഇരുമ്പ് തുടങ്ങിയ മൂലകങ്ങൾ. നാലാമത്തത് ജലശക്തിയാണ്, ഭൂമിയിലെ നനവും ജലാംശവും. അഞ്ചാമത്തത് താപശക്തി, ഭൂമിയുടെ ഉൾക്കാമ്പിലെ ചൂട്. ആറാമത്തത് വളർച്ചാശക്തിയാണ്, സസ്യങ്ങൾക്കും മരങ്ങൾക്കും വളരാൻ മണ്ണ് നൽകുന്ന ജീവശക്തി. ഏഴാമത്തത് അന്തരീക്ഷ മർദ്ദമാണ്, ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്ന വായു സമ്മർദ്ദം. ഈ പ്രകൃതിയുടെ മുഴുവൻ ഭാരവും താങ്ങാൻ ശേഷിയുള്ള ആനയെപ്പോലെ നമുക്കുള്ളിലെ മുഴുവൻ ഊർജത്തെയും താങ്ങി നിർത്തുന്നത് മൂലാധാരയാണെന്ന നിഗൂഢമായ പ്രഖ്യാപനമാണിത്. ഇനി നമ്മൾ തന്ത്രശാസ്ത്രത്തിലെ ഏറ്റവും വലിയ രഹസ്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. അതാണ് കുണ്ടലിനി ശക്തി, പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പരിണാമ ഊർജം. അല്ലെങ്കിൽ പ്രകൃതിയുടെ മാതൃശക്തി ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഇടമാണ് മൂലാധാര ചക്രം.
തന്ത്രഗ്രന്ഥങ്ങളിൽ കുണ്ടലിനിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് മൂലാധാരയുടെ മധ്യത്തിലുള്ള സ്വയംഭൂ ലിംഗത്തിനു ചുറ്റും 3.5 ചുറ്റായി ഉറങ്ങിക്കിടക്കുന്ന പെൺസർപ്പമായാണ്. സ്വന്തം വാല് വായിലാക്കി ഉറക്കത്തിൽ ശ്വാസമെടുക്കുന്ന ഒരു സർപ്പത്തിൻ്റെ പ്രതീകം. എന്തുകൊണ്ടാണ് തന്ത്രഗ്രന്ഥങ്ങൾ കുണ്ടലിനിയെ ഒരു പെൺസർപ്പമായി വിശേഷിപ്പിച്ചിരിക്കുന്നത്? കാരണം പുതിയൊരു ജീവനെ സൃഷ്ടിക്കുവാനുള്ള ശക്തി പ്രകൃതി നൽകിയിരിക്കുന്നത് സ്ത്രീത്വത്തിനാണ്. നമുക്കുള്ളിൽ കിടക്കുന്ന ഈ കുണ്ടലിനി ഊർജ്ജവും സൃഷ്ടിപരമായ മാതൃശക്തിയാണ്. മൂലാധാരയിലെ നിശ്ചലമായ പുരുഷബോധത്തെ, അതായത് സ്വയംഭൂ ലിംഗത്തെ ചുറ്റിപ്പിടിച്ചുറങ്ങുന്ന ഈ പ്രകൃതി ശക്തി ഉണരുമ്പോൾ മാത്രമാണ് മനുഷ്യനിൽ ആത്മീയമായ പുനർജന്മം ഉണ്ടാകുകയുള്ളൂ. സർപ്പം പരിണാമത്തിൻ്റെയും രൂപാന്തരീകരണത്തിൻ്റെയും പ്രതീകമാണ്. അതതിൻ്റെ പഴയ ചട്ടുകം ഉരിഞ്ഞുകളഞ്ഞ് പുതിയ ജീവൻ പ്രാപിക്കും. മനുഷ്യനിൽ ഈ കുണ്ടലിനി ശക്തി സാധാരണ അവസ്ഥയിൽ സുഷുപ്തിയിലാണ്, അതായത് ഉറക്കത്തിലാണുള്ളത്. അത് ഉറങ്ങിക്കിടക്കുന്നിടത്തോളം കാലം മനുഷ്യൻ വെറുമൊരു ഭൗതിക ജീവി മാത്രമാണ്. അവൻ ആഹാരത്തിനും നിദ്രയ്ക്കും ലൈംഗികതയ്ക്കും വേണ്ടി മാത്രമാണ് ഈ ലോകത്ത് ജീവിക്കുന്നത്. എന്നാൽ ഈ ഊർജം ഉണരുമ്പോൾ അത് നട്ടെല്ലിൻ്റെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന സുഷുമ്നാ നാഡിയിലൂടെ മുകളിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങും. മൂലാധാരയാണ് ഈ പ്രപഞ്ച ഊർജത്തിൻ്റെ കൽത്തുറങ്ക്. ഈ ഗേറ്റ് വേ തുറക്കാതെ ഒരു മനുഷ്യനും യഥാർത്ഥ ആത്മീയ ഉണർവ് ഉണ്ടാകില്ല. കുണ്ടലിനി ഉണർന്ന് മുകളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ മാത്രമാണ് മനുഷ്യൻ അവൻ്റെ മൃഗീയമായ പ്രേരണകളിൽ നിന്നും ദൈവികമായ പരമബോധത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ യോഗാശാസ്ത്രത്തിൽ മൂലാധാര ചക്രത്തെ ഉണർത്തുക എന്നത് അതീവ പ്രാധാന്യമുള്ള, എന്നാൽ അത്രമേൽ സൂക്ഷ്മതയോടെ ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ്. ശബ്ദമാണ് പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം എന്ന് വിശ്വസിക്കുന്ന ശാസ്ത്രമാണ് മന്ത്രശാസ്ത്രം. ആധുനിക ക്വാണ്ടം ഫിസിക്സിലെ സ്ട്രിംഗ് തിയറി പറയുന്നത് പ്രപഞ്ചത്തിലെ ഓരോ ആറ്റവും സബ് ആറ്റോമിക് കണികകളും ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ കമ്പനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഈ കമ്പനത്തെയാണ് പുരാതന ഋഷിമാർ നാദമെന്ന് വിളിച്ചത്. ഓരോ ചക്രത്തിനും അതിൻ്റേതായ ഒരു അടിസ്ഥാന കമ്പനമുണ്ട്, ഒരു നാദമുണ്ട്. അതിനെ ബീജമന്ത്രമെന്നാണ് വിളിക്കുന്നത്. മൂലാധാര ചക്രത്തിൻ്റെ ബീജമന്ത്രം ലം എന്നാണ്. നമ്മൾ ലം എന്ന് ബോധപൂർവം ഉച്ചരിക്കുമ്പോൾ ആ ശബ്ദതരംഗങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ടാക്കുന്ന കമ്പനങ്ങൾ കൃത്യമായി നമ്മുടെ നട്ടെല്ലിൻ്റെ അഗ്രത്തിലാണ് ചെന്ന് പതിക്കുക. ഈ ശബ്ദം മൂലാധാരയിലെ മരവിച്ചുപോയ നാഡീവ്യൂഹങ്ങളെ ഉത്തേജിപ്പിക്കുകയും അവിടെ കുന്നുകൂടി കിടക്കുന്ന നെഗറ്റീവ് ഊർജത്തെയും ഭയത്തെയും അലിയിപ്പിച്ച് കളയുകയും ചെയ്യും. തന്ത്രശാസ്ത്രപ്രകാരം ലം എന്നത് പൃഥ്വിതത്വത്തിൻ്റെ ശബ്ദമാണ്. ഈ മന്ത്രം ജപിക്കുമ്പോൾ ഉത്ഭവിക്കുന്ന കാന്തിക തരംഗങ്ങൾ നമ്മുടെ ശരീരത്തിന് ഒരു വജ്ര കവചം പോലെ സ്ഥിരത നൽകും. മനസ്സിലെ ചഞ്ചലത മാറി ഭൂമിയെപ്പോലെ ഉറച്ചൊരു മനോഭാവം ഉണ്ടാക്കാൻ ഈ നാദത്തിന് കഴിയും. ഇപ്പോൾ നമ്മൾ മൂലാധാരയുടെ അതീവ നിഗൂഢമായ താന്ത്രിക് പ്രതീകങ്ങളും കുണ്ടലിനി ശക്തിയുടെ ഉറവിടവും അതിനെ ഉണർത്തുന്ന മന്ത്രശാസ്ത്രവും എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. തത്വങ്ങൾ ഇപ്പോൾ പൂർണ്ണമാണ്. പക്ഷേ ഈ അറിവുകളെല്ലാം കേവലം ഇത്തരം വീഡിയോകളിലോ പുസ്തകങ്ങളിലോ മാത്രം ഇരുന്നാൽ പോരാ. ഇത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രയോഗിക്കും? നമുക്കുള്ളിലെ ഭയത്തെ മാറ്റി ഉറങ്ങിക്കിടക്കുന്ന ആ സ്വർണ്ണ സർപ്പത്തെ ഉണർത്താൻ സഹായിക്കുന്ന ഈ ലോകത്തിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും രഹസ്യവും പ്രായോഗികവുമായ ആക്ടിവേഷൻ വിദ്യകൾ ഏതൊക്കെയാണ്? നമ്മളിന്ന് മൂലാധാര ചക്രത്തിൻ്റെ ശാരീരിക, മാനസിക, താന്ത്രിക വശങ്ങളെക്കുറിച്ച് ഈ ലോകത്ത് ലഭ്യമായ ആഴത്തിലുള്ള അറിവുകൾ വിശകലനം ചെയ്തു. ഇനി നമ്മൾ കടക്കുന്നത് ഈ മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ്. അതാണ് മൂലാധാര ചക്രത്തിൻ്റെ പ്രായോഗികമായ ആക്ടിവേഷൻ. തന്ത്രശാസ്ത്രത്തിലെ വിജ്ഞാൻ ഭൈരവ തന്ത്രയിൽ പറയുന്ന ഒരു അടിസ്ഥാന തത്വമുണ്ട്. നിങ്ങൾ ഏത് തത്വത്തിൽ നിന്നാണോ ഉണ്ടായത് ആ തത്വത്തിലേക്ക് മടങ്ങുകയെന്ന്. നമ്മുടെ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഭൂമി തത്വം കൊണ്ടാണ്.
നമുക്കുള്ളിലെ ഭയവും കുറ്റബോധവും മൂലാധാരയെ തടസ്സപ്പെടുത്തുമ്പോൾ അതിനെ സുഖപ്പെടുത്തുവാനുള്ള ഏറ്റവും ലളിതവും എന്നാൽ നിഗൂഢവുമായ വഴി ഭൂമിയുമായി നേരിട്ട് ബന്ധപ്പെടുക എന്നത് തന്നെയാണ്. ആധുനിക ശാസ്ത്രം എന്നതിനെ എർത്തിങ് അല്ലെങ്കിൽ ഗ്രൗണ്ടിങ് എന്ന് വിളിക്കും. നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന അമിതമായ പോസിറ്റീവ് അയണുകളും സ്ട്രെസ് ഹോർമോണുകളും ഭൂമിയിലേക്ക് ഡിസ്ചാർജ് ചെയ്യപ്പെടേണ്ടതുണ്ട്. ദിവസവും രാവിലെ സൂര്യോദയ സമയത്ത് വെറും കാലോടെ പുല്ലിലോ മണ്ണിലോ കുറഞ്ഞത് 15 മിനിറ്റ് നേരമെങ്കിലും നമ്മൾ നടക്കണം. നടക്കുമ്പോൾ നമ്മളുടെ ശ്രദ്ധ മുഴുവൻ പാദങ്ങൾക്ക് അടിയിലായിരിക്കണം. പ്രകൃതിയുടെ കാന്തിക വലയം നമ്മുടെ മൂലാധാരത്തിലൂടെ ഉള്ളിലേക്ക് കയറുന്നതായും നമുക്കുള്ളിലെ ഭയവും അരക്ഷിതാവസ്ഥയും കറുത്ത പുക പോലെ പാദങ്ങളിലൂടെ ഭൂമിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുന്നതായി ഭാവന ചെയ്യണം. നമ്മുടെ ഭൂമിയെ എല്ലാ മാലിന്യങ്ങളെയും വളമാക്കി മാറ്റുന്നത് പോലെ നമ്മുടെ നെഗറ്റീവ് ഊർജത്തെയും അത് ആഗിരണം ചെയ്യും. നമ്മുടെ ഹഠയോഗത്തിലും തന്ത്രത്തിലും മൂലാധാര ചക്രത്തെ ഉണർത്താൻ ഉപയോഗിക്കുന്നു. സാധാരണക്കാർക്ക് അധികം അറിയാത്ത അതീവ രഹസ്യമായ 3 പേശി സങ്കോച വിദ്യകളെക്കുറിച്ച് പഠിക്കാം നമുക്ക്. ഇത് നമ്മുടെ പ്രാണോർജത്തിൻ്റെ ദിശയെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളവയാണ്. ഒന്നാമത്തെ പേശി സങ്കോച വിദ്യ എന്നത് മൂലബന്ധമാണ്. ഇതാണ് മൂലാധാര ചക്രം ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട താക്കോൽ. നമുക്കിത് സുഹാസനത്തിലോ പത്മാസനത്തിലോ നേരെ ഇരുന്നു കൊണ്ട് നമ്മുടെ ശ്വാസം പൂർണ്ണമായും പുറത്തു വിട്ടുകൊണ്ട് മലദ്വാരത്തിനും ജനനേന്ദ്രിയത്തിനും മധ്യേയുള്ള പെരിനെയം പേശികളെ ബോധപൂർവം ഉള്ളിലേക്ക്, അതായത് മുകളിലേക്ക് ചുരുക്കി പിടിക്കുക എന്നതാണ്. ഇതിൻ്റെ ശാസ്ത്രം എന്നത് സാധാരണ അവസ്ഥയിൽ മനുഷ്യൻ്റെ പ്രാണൻ അപാനവായുവായി താഴേക്കാണ് ഒഴുകുന്നത്. അത് മലമൂത്ര വിസർജനം, ലൈംഗികത എന്നിവയിലൂടെയാണ്. നമ്മൾ മൂലബന്ധം ചെയ്യുമ്പോൾ ഈ താഴേക്കുള്ള ഒഴുക്ക് തടസ്സപ്പെടുകയും ഊർജം തിരിഞ്ഞ് സുഷ്മന നാഡിയിലൂടെ മുകളിലേക്ക് പ്രവഹിക്കാൻ നിർബന്ധിതമാകുകയും ചെയ്യും. രണ്ടാമത്തത് അശ്വിനി മുദ്രയാണ്. ഒരു കുതിര മലവിസർജനത്തിന് ശേഷം അതിൻ്റെ മലദ്വാര പേശികളെ സങ്കോചിപ്പിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നത് ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതേപോലെ നമ്മുടെ മലദ്വാരത്തിലെ പേശികളെ വേഗത്തിൽ ചുരുക്കുകയും വിടുകയും ചെയ്യുക. ശ്വാസമെടുക്കുമ്പോൾ ചുരുക്കണം, ശ്വാസം വിടുമ്പോൾ അത് അയച്ചു വിടണം. ഇതൊരു മിനിറ്റിൽ 20 മുതൽ 30 തവണ വരെ ചെയ്യാം. ഇതിൻ്റെ ഗുണമെന്നത് ഇത് പെൽവിക് ഭാഗത്തെ രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും മൂലാധാരയിലെ മരവിപ്പ് മാറ്റുകയും ചെയ്യും. മൂന്നാമതായി വജ്രോളി സഹജോളി മുദ്രയുടെ പ്രാഥമിക തലമാണ്. ഓർക്കണം, പ്രാഥമിക തലമാണ്. നമ്മുടെ ലൈംഗിക ഊർജത്തെ ആത്മീയ ഊർജമാക്കി മാറ്റുവാനുള്ള അതീവ രഹസ്യമായ വിദ്യയാണിത്. നമ്മൾ മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നത് നിർത്തിവെക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഏത് പേശികളാണോ ഉപയോഗിക്കുന്നത് ആ പേശികളെ സാധാരണ അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് ബോധപൂർവം സങ്കോചിപ്പിക്കുക. ഇത് മൂലാധാരയിലെയും സ്വാധിഷ്ഠാനത്തിലെയും ഊർജത്തെ പ്രീമിയം ക്വാളിറ്റിയുള്ള ഊർജമാക്കി പരിവർത്തനം ചെയ്യും. അതുപോലെ മൂലാധാര ചക്ര ആക്ടിവേഷൻ ചെയ്യാൻ മറ്റൊരു തന്ത്രം തീവ്രമായ ഒരു താന്ത്രിക് വിഷ്വലൈസേഷൻ ധ്യാനമാണ്, സ്വർണ്ണ സർപ്പ ധ്യാനം. ഇത് ആവശ്യപ്പെടുന്നവർക്ക് മാത്രമായി മാറ്റിവെച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ചക്ര സീരീസിലെ ഈ നിഗൂഢമായ സ്വർണ്ണസർപ്പ ധ്യാനവും മറ്റ് പരിശീലനങ്ങളും രൂപപ്പെടുത്തുന്നതിനായി മാസങ്ങളോളം നീണ്ട വലിയൊരു അധ്വാനം ദിവ്യബോധത്തിൻ്റെ പിന്നണിയിൽ നടന്നിട്ടുണ്ട്. ഈ ആത്മീയ ഉദ്യമത്തിൽ നിങ്ങൾക്കും ഒരു പങ്കാളിയാകാം. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കുള്ളിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കത് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തിന് വെളിച്ചം നൽകിയിട്ടുണ്ടെങ്കിൽ ദിവ്യബോധത്തിൻ്റെ ഈ വലിയ യാത്രയെ നിങ്ങൾക്ക് പിന്തുണയ്ക്കാം. ശരി, നമ്മുടെ ഇന്നത്തെ മഹായാത്ര ഇവിടെ പൂർണ്ണമാകുകയാണ്.
മൂലാധാര ചക്രം എന്നത് കേവലം ഒരു ആത്മീയ സങ്കല്പമല്ല. അത് നമ്മുടെ ശാരീരിക ആരോഗ്യം, നമ്മുടെ ഹോർമോണുകൾ, നമ്മുടെ സാമ്പത്തിക സുരക്ഷിതത്വം, ലൈംഗികത, ആത്മീയ ഉണർവ് എന്നിവയുടെയെല്ലാം ഉറവിടമാണ്. വേരുകൾ ശക്തമല്ലാത്ത ഒരു മരത്തിനും ആകാശത്തേക്ക് ഉയരാൻ കഴിയില്ല. മൂലാധാരം സുരക്ഷിതമാകുമ്പോൾ മാത്രമേ സ്വാധിഷ്ഠാനത്തിലേക്കും മണിപൂരകത്തിലേക്കും ഒടുവിൽ സഹസ്രാരത്തിലേക്കും നമ്മുടെ ബോധത്തിന് ഒഴുകുവാൻ കഴിയുകയുള്ളൂ. നമുക്കുള്ളിലെ ഭയങ്ങളെ തിരിച്ചറിയുക, അവയെ ഭൂമിക്ക് സമർപ്പിക്കുക, പരിശീലനങ്ങളിലൂടെ നിങ്ങളുടെ അടിത്തറ ശക്തമാക്കുക. ഈ ഭൂമിയിൽ ശക്തമായി ചുവടുറപ്പിച്ചു നിൽക്കുക. ദിവ്യബോധത്തിൻ്റെ ഈ സമഗ്ര പഠനം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ചക്രത്തിൻ്റെ രഹസ്യങ്ങളുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. ഒത്തിരി സ്നേഹത്തോടെ ദിവ്യബോധം. നന്ദി, നമസ്കാരം.